ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ കല്യാണം വേണമെന്ന് ജീവൻ്റെ വീട്ടുകാർ പറയണം കേട്ടോ. അത് കേൾക്കുമ്പം അനു ആകെ പേടിച്ചു പോവാണ്. ഇത്രയ്ക്ക് വേഗം അവളൊരു കല്യാണത്തിനൊന്നും തയ്യാറായിട്ടില്ല. അപ്പം എല്ലാവരും പരസ്പരം നോക്കുക, ഒരു മാസത്തിനുള്ളിൽ എടിപിടിയെന്നൊക്കെ കല്യാണം എന്ന് പറയുമ്പം എങ്ങനെയാ എന്ന് ബാലനും ചോദിക്കുകയാണ്. അത് പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അടുത്ത മാസം അവസാനം തന്നെ മോളുടെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ കല്യാണം നടത്തുവാണേ എല്ലാവർക്കും അതല്ലേ സൗകര്യം എന്ന് ചെറുക്കൻ്റെ വീട്ടുകാർ വീണ്ടും പറയണം കേട്ടോ. അപ്പോൾ ഗോമതിയും ബാലനോട് പറയും, കല്യാണം നടത്താൻ ഇത്ര വേഗം എന്നൊക്കെ പറയുമ്പം അതിച്ചിരി തിടുക്കപ്പെട്ടു പോയില്ലേ എന്നാ. നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടായിട്ടല്ല, എങ്കിലും ഒരു മാസത്തിനുള്ളിൽ അനുമോള് ഞങ്ങളെ വിട്ടു പിരിയുവാണല്ലോ എന്ന് ആലോചിക്കുമ്പം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് ബാലനും പറയണം കേട്ടോ. അത് കേൾക്കുമ്പം ജീവൻ പറയും, അങ്കിളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനിത് പറയുന്നത് കൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് പറയാം. എന്താ മോനെ, നിനക്ക് എന്ത് വേണേലും ഞങ്ങളോട് പറയാലോ, അതിനിങ്ങനെ ഒരു മുഖവിരയുടെ ആവശ്യമൊന്നുമില്ല, നീ പറഞ്ഞോ എന്ന് ബാലൻ പറയണം കേട്ടോ. അത് എനിക്കൊരാഗ്രഹമുണ്ട്, കല്യാണത്തിന് അനുവിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ തരേണ്ടതില്ല, പണമോ സ്വർണമോ അങ്ങനെയൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല, അനുവിനെ മാത്രം മതി ഞങ്ങൾക്ക് എന്ന് ജീവൻ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും പരസ്പരം നോക്കുവാണ്. അങ്ങനെ ഒരു ഡിമാൻഡ് ജീവൻ മുന്നോട്ട് വെക്കുമെന്ന് അവരാരും കരുതിയിരുന്നില്ല കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ബാലൻ പറയും, അതെന്താ മോനെ, ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടൊന്നും അല്ല അനുമോളുടെ കല്യാണം ഇത്രയും വേഗം ത്തുന്നത് ആലോചിച്ചിട്ടില്ല. കല്യാണം ആലോചിക്കുമ്പം നമ്മൾ മുന്നോട്ട് പല ചടങ്ങുകളും ഉണ്ടല്ലോ, എങ്ങനെ പോയാലും ഒരു 3-4 മാസം പിടിക്കുമെന്ന് തന്നെ കരുതിയത്, അതുകൊണ്ടാ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല തടസ്സം പറഞ്ഞത് എന്ന് ബാലൻ പറയണം കേട്ടോ. അത് കേൾക്കും പറയും, അത് മനസ്സിലായി അങ്കിളെ, അതുകൊണ്ടല്ല, ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്, അനുവിനെ അല്ല ആരും ഞാൻ കല്യാണം കഴിച്ചാലും ഇങ്ങനൊരു ഡിമാൻഡ് ഞാൻ മുന്നോട്ട് വെക്കുമായിരുന്നു. ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് അവളുടെ വീട്ടുകാരുടെ കൊടുക്കുന്ന യാതൊരു സ്വത്തോ പണമോ ഒന്നും വേണ്ട, ആ കുട്ടിയാണ് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ധനം എന്ന് പറയണം കേട്ടോ. അപ്പം ജീവൻ്റെ ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ജീവൻ്റെ അച്ഛനും അമ്മയൊക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ച് തന്നെ സംസാരിക്കുമ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവാണ്. അനുമോൾക്ക് എന്തുകൊണ്ടും യോജിച്ചൊരു കുടുംബം തന്നെയാണ് ജീവൻ്റെ കുടുംബമെന്നും എന്തുകൊണ്ടും നല്ലൊരു വരനാണ്, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധവുമാണ് ജീവനുമായിട്ടുള്ളത് കല്യാണമെന്ന് ബോധ്യപ്പെടുകയാണ് കേട്ടോ. ജീവൻ്റെ ആ ഒരു സംസാരവും കൂടി കേൾക്കുമ്പം എല്ലാവർക്കും വളരെ സമാധാനമാകുക. എടിപിടിന്ന് അനുമോളെ കെട്ടിച്ചു വിട്ടു എന്നൊരു കുറ്റബോധത്തിൻ്റെ ഒന്നും ആവശ്യം പോലും അവിടെ ഇല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. അത്രയ്ക്ക് ബാലനും കോമതിക്കും ജീവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. സ്ത്രീധനമായിട്ടൊന്നും കൂട്ടണ്ട, ഞങ്ങൾ ഞങ്ങളുടെ മോക്ക് സന്തോഷത്തോടു കൂടി കൊടുക്കുന്നതൊന്നും മോൻ നിരസിക്കരുത്, അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ, ഞങ്ങൾ അച്ഛനും അമ്മയുടെയും സന്തോഷം, അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യുന്നതിനൊന്നും മോൻ ഒരിക്കലും നിരസിക്കാൻ പാടില്ല എന്ന് പറയണേ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ജീവൻ പറയും, അത് അങ്കിളിൻ്റെ ഇഷ്ടം, പക്ഷേ ഞാൻ പറഞ്ഞത് കല്യാണത്തിന് വേണ്ടി ആയിട്ട് നിങ്ങൾ ഞങ്ങളെ ഓർത്ത് ഒന്നും കൊടുക്കണ്ട എന്നാണെന്ന് വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ദേവമംഗലത്ത് നിന്നും പിരിയുന്നത്. ഒരുപാട് സന്തോഷമാണ്, അനുമോൾക്ക് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും നല്ല ബന്ധമാണെന്ന് അവർക്കൊക്കെ ബോധ്യപ്പെടുന്നുമുണ്ട് കേട്ടോ. അപ്പം ജീവനും കുടുംബവും അവിടുന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഗോമതി പറയും, എന്ത് നല്ല കുടുംബം അല്ലേ ബാലേട്ടാ, ആ ചെറുക്കനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൺകുട്ടികളും ഉണ്ടല്ലോ എന്ന് പറയാണ്. അതെ, അനുമോൾക്ക് എന്തുകൊണ്ട് യോജിച്ച ബന്ധം തന്നെയാണ്. അതുപോലെ ആ ചെറുക്കൻ്റെ വീട്ടുകാരും എത്ര നല്ല കുടുംബമാണ്, അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനിയിപ്പം അവർക്ക് കല്യാണം വേഗം വേണമെന്നാണ്, അങ്ങനെ തന്നെ ഈ കല്യാണം എത്രയും വേഗം നടക്കട്ടെ എന്ന് ബാലനും പറയണം കേട്ടോ. അപ്പം അനുവിന് നല്ല പേടിയുണ്ട് കേട്ടോ, അലോക എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി തൻ്റെ കല്യാണം മുടക്കുമെന്ന് അനുവിന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് പേടിച്ച് വരച്ചാണ് അനു അവിടെ ഇരിക്കുന്നത്. അനുവിൻ്റെ താല്പര്യമില്ലായ്മ കാണുമ്പോൾ ബാലൻ വന്നിട്ട് പറയും, ദേ, നിന്റെ മനസ്സിൽ വേറൊന്നും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, നീ ഒരിക്കൽ എന്നെ വിശ്വാസം തെറ്റാണെന്ന് തെളിയിച്ചു, ഇനി ഒരിക്കൽ കൂടി അതിന് മുതിരില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കല്യാണം മംഗളമായിട്ട് തന്നെ നടക്കണം, നിന്റെ ഭാഗത്തു നിന്നും അതിനെതിരായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പം നമ്മുടെ അനു പറയും, ഇല്ലച്ച, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പം അനുവിൻ്റെ അവസ്ഥ മനസ്സിലാകുന്ന മീനും അതുപോലെ മിത്രയും കൂടി അടുത്തേക്ക് വരികയാണ്. അച്ഛാ, അവൾക്ക് സമ്മതക്കുറവൊന്നുമില്ല, അനുമോള് സന്തോഷത്തോടെയല്ലേ ഇന്ന് ജീവനോട് സംസാരിച്ചതും ചായ കൊണ്ട് കൊടുത്തതും എല്ലാം എന്ന് ചോദിക്കുക. അങ്ങനെ തന്നെ വേണം, അല്ലാതെ വേറൊന്നും മനസ്സിലുണ്ടാകാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പം മീനും മിത്രയും അനുവിൻ്റെ ഇരുവശത്തു നിന്നും പിടിക്കുക, സമാധാനിക്കുക എന്നുള്ള രീതിയിൽ അവരങ്ങ് പോയി കഴിയുമ്പം
നമ്മുടെ അനുവാണെങ്കിൽ മീനുവിനോടും മിത്രയോടും ഒക്കെ ആയിട്ട് പറയും, ചേച്ചി എനിക്ക് പേടിയാ, അലോക് അവൻ എന്തൊക്കെയോ കരുതി കൂട്ടി തന്നെയാണ് പെരുമാറുന്നത്, അവൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട് ചേച്ചി. അപ്പം മീനു പറയും, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ആവശ്യമില്ലാതെ അവനെ പറ്റി ചിന്തിക്കുകയും വേണ്ട. അവൻ നിന്നെ ഫോൺ വിളിക്കുവാണെങ്കിൽ നീ അറ്റൻഡ് പോലും ചെയ്യണ്ട, മനസ്സിലായോ എന്ന് ചോദിക്കാം. എങ്കിലും അവൻ ഏതെങ്കിലും വഴിക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചാലോ, എന്ത് ചെയ്യും ചേച്ചി എന്ന് പറയാം. എന്തെങ്കിലും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നീ ഞങ്ങളെ അറിയിക്കണം, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അനുവിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ മീനുവും മിത്രയും. അതേസമയം ചെറുക്കൻ വീട്ടുകാര് ദേവമംഗലത്തു നിന്ന് പോയ പിറകെ തന്നെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് സുകന്യ നേരെ കൃഷ്ണമംഗലത്തേക്ക് കയറി ചെല്ലുന്നത്. എന്നിട്ട് രാജശ്രീയുടെ അടുത്തേക്ക് ഓടി ചെല്ലാണ്. ചേച്ചി കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കുക. എന്താടി, ഇന്ന് അനുമോളുടെ പെണ്ണ് കാണലായിരുന്നു ചേച്ചി, അതേതാണ്ട് ഉറപ്പിച്ച മട്ട, ഈ മാസത്തിൽ തന്നെ കല്യാണം നടത്തണമെന്നൊക്കെയാ അവര് ഡിമാൻഡ് വെച്ചിരിക്കുന്നത്. ബാലേട്ടനും ഗോമതി ചേച്ചിയും ഒക്കെ അത് സമ്മതിച്ചു എന്ന് പറയാം. ഓ, കാര്യങ്ങളൊക്കെ അത്രത്തോളം അങ്ങ് ആയല്ലേ എന്ന് പറയാൻ കേട്ടോ. പക്ഷേ ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല, അവള് ഇവിടെ വരണം, എങ്കിൽ മാത്രമേ ദേവമംഗലത്തുകാരുടെ മുന്നിൽ ഞങ്ങൾ ജയിക്കുള്ളൂ എന്ന് പറയണം കേട്ടോ. അപ്പം അച്യുതനും അടുത്തുണ്ട്. പക്ഷേ അലോകിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയണം, അതാ മുഖ്യം എന്ന് അച്യുതൻ പറയാം. അച്ചുവേട്ടനെയും അലോകിനെയും എന്നാണോ അവർ ഉപദ്രവിച്ചത് അന്ന് ഞാൻ തീരുമാനിച്ചതാ അവളെ ഇവിടെ വരുത്തിക്കുമെന്ന്. അവള് അലോകിൻ്റെ ഭാര്യയായിട്ട് ഈ കൃഷ്ണമംഗലത്ത് ജീവിച്ചാൽ മതി. അത് ആ ബാലനും ഗോമതിക്കും അവരുടെ ആ മക്കൾക്കും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാ. സ്വന്തം പെങ്ങളുടെ ജീവിതം കണ്ട് വേദനിക്കണം, അതിനും അപ്പുറം അവൾ പൊന്നാരിച്ചു വളർത്തിയ പെങ്ങൾ തന്നെ ഇത്രയും വലിയൊരു ചതി ചെയ്തതോർത്ത് അവളുടെ പുന്നാര ആങ്ങളമാരുണ്ടല്ലോ, എൻ്റെ മോനെ എപ്പോഴും തല്ലി ചതിക്കുന്ന ആ രണ്ടെണ്ണം, അവന്മാരും അതുപോലെ ആ ഗോമതി ബാലനും നെഞ്ചു നീർന്നത് എനിക്ക് കാണണം. അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും എന്ന് നമ്മുടെ രാജശ്രീ പറയാൻ കേട്ടോ. ദേ സുകന്യ, അവിടുത്തെ കാര്യങ്ങൾ അപ്പം നീ ഞങ്ങളെ അറിയിക്കണം. അപ്പം സുകന്യ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുക. നിന്നോട് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് രാജശ്രീ ചോദിക്കുക. അത് ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ദേ ചേച്ചി, എൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഇപ്പം തന്നെ എൻ്റെ നിലനിൽപ്പ് അവിടെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ധർമ്മേട്ടനും ഇടഞ്ഞു നിൽക്കുക, എന്നോട് ആ പഴയ സ്നേഹമൊന്നും ഇപ്പം ധർമ്മേട്ടനും ഇല്ല എന്ന് പറയാണ്. ദേ നീ കാല് വാരിയേക്കരുത്, ഞങ്ങൾ പറയുന്നതനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തു തന്നോണം, നിനക്കൊരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. അവളെ ഇവിടെ വരുത്തേണ്ടത് നിന്റെ കൂടെ ആവശ്യമാണ് എന്ന് പറയൂട്ടോ. അപ്പം അച്യുതൻ പറയും, അലോക് അവൻ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോകാം. അനുശ്രീ അവൾ ഇവിടെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ വീണ്ടും കൃഷ്ണമംഗലത്തുകാർ ദേവമംഗലത്തുകാരോട് തോൽക്കും, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് അച്യുതനും പറയണം കേട്ടോ. ഇതേ സമയം നമ്മുടെ ദേവമംഗലത്തെ എല്ലാവരും ഒരുപാട് സന്തോഷത്തിൽ തന്നെയാണ്. ഇനിയിപ്പം അനുമോളുടെ കല്യാണത്തിന് അധിക ദിവസങ്ങളില്ല, അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ എത്രയും വേഗം ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ ബാലൻ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോമതി അടുത്തേക്ക് ചെല്ലുക. എന്താ ബാലേട്ട ഇത്ര ആലോചന? ആലോചിക്കണ്ടേ പിന്നെ ഗോമതി, ദിവസങ്ങളെ തീരെയില്ല, ഒരു മാസത്തിനുള്ളിൽ ഒരു കല്യാണം നടത്തുക എന്നൊക്കെ വെച്ചാൽ എത്ര കാര്യങ്ങളുണ്ട്. മണ്ഡപം ബുക്ക് ചെയ്യണം, മണ്ഡപം തന്നെ കിട്ടുമോന്നാ, എല്ലാം ബുക്കിംഗ് ആയി പോയിട്ടുണ്ടാവും. ഈ മാസം ഒരു കല്യാണ മാസമാണല്ലോ എന്ന് പറയണം. എല്ലാം നടക്കും ബാലേട്ട, എല്ലാവരും ഉണ്ടല്ലോ, ബാലേട്ടൻ തന്നെ അല്ലല്ലോ, എങ്കിലും ഞാൻ മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ്. ആര്യനെയും ആകാശിനെയും ആനന്ദിനെയും ഒക്കെ ഏൽപ്പിക്കണം, പിന്നെ ധർമ്മനും ഉണ്ടല്ലോ, ഓരോരോ കാര്യങ്ങൾ അവരെല്ലാം ചെയ്തു കഴിയുമ്പോൾ വേഗം എല്ലാം ശരിയായിക്കോളും. ഇനി ഡ്രസ്സ് എടുക്കണം, ആഭരണങ്ങൾ എടുക്കണം, അങ്ങനെ എത്ര കാര്യങ്ങളാണ് ഗോമതി ഉള്ളത്. ഞാനിതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ അനുമോള് കല്യാണം കഴിഞ്ഞ് പോകുമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. താനിനി അവളോട് ദേഷ്യത്തിലൊന്നും സംസാരിക്കേണ്ട, ഒന്നുമല്ലേലും ഒരു മാസം കൂടിയല്ലേ അവൾ ഇവിടെ ഉള്ളൂ, സന്തോഷത്തോടു കൂടി അവൾ ഇവിടെ നിൽക്കട്ടെ. അവൾക്കൊരു തെറ്റുപറ്റി എന്നും കരുതി ആ ബന്ധം, അലോകുമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ അനുമോള് ഇനി നമ്മളെ വഞ്ചിക്കില്ലെന്ന് തന്നെ ഞാൻ കരുതുക. ഇല്ല ബാലേട്ട, ഇപ്പം അവൾക്ക് അലോകുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അതെനിക്ക് ബോധ്യപ്പെട്ടതാ. പക്ഷേ ഞാനിച്ചിരി ദേഷ്യത്തിൽ തന്നെയാണ് അവളോട് എപ്പോഴും പെരുമാറുന്നത്. ഇനിയിപ്പം അവളോടൊരു മയത്തിൽ പെരുമാറണം. അവൾ ഒരു മാസമല്ലേ ഉള്ളൂ, കല്യാണം ഒരു മാസത്തിനുള്ളിൽ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എത്രമാത്രം വേദനയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ അനുമോള് അവളെ അകറ്റി നിർത്തുന്ന ഓരോ നിമിഷവും ഞാൻ എത്രമാത്രം വേദനിച്ചിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും നമ്മുടെ അനുവിൻ്റെ കല്യാണ ചർച്ചകളിലാണ്. അപ്പം ഗോമതി പറയും, അല്ല ബാലേട്ട എനിക്കൊരു പേടിയുണ്ട്. എന്താടോ, എന്താ കാര്യം? അല്ല, കൃഷ്ണമംഗലത്ത് എൻ്റെ ഏട്ടന്മാരും ആ അലോകും അവരറിഞ്ഞിട്ടുണ്ട്, വെറുതെ ഇരിക്കോ ബാലേട്ട, എന്തെങ്കിലുമൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ചെയ്യല്ലേ എന്ന് ചോദിക്കുക. അതിന് വേണ്ടത് ഞാൻ എന്തായാലും ചെയ്തോളാം, അവന്മാരെ ഒന്ന് കാണുന്നുണ്ട്,
താനിപ്പം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അവരോട് വേണ്ടത് പോലെ സംസാരിച്ച് അലോകനെ നിലക്ക് നിർത്തുന്ന കാര്യമേ ഞാൻ ഏറ്റു എന്ന് ബാലൻ പറയണം കേട്ടോ. പിറ്റേ ദിവസം തന്നെ അച്യുതനെയും അനന്തനെയും കാണാനായിട്ട് നമ്മുടെ ബാലൻ ചെല്ലുകയാണ്. അപ്പോൾ ബാലനെ കാണുമ്പം അച്യുതന് നല്ല ദേഷ്യം വരിക. ഞാനിപ്പോൾ വന്നതേ ഒരു കാര്യം പറയാനാ. എൻ്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചു. നിന്റെ മകനുണ്ടല്ലോ ആ അലോക്, അവൻ കാരണം ദേവമംഗലത്ത് എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പം ബാലൻ്റെ വർത്താനം കേൾക്കുമ്പം അനന്തനൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ അച്യുതൻ പുച്ഛത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എൻ്റെ മോളെ അവൻ്റെ വലയിൽ വീഴ്ത്തി ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാനാ നീയൊക്കെ ശ്രമിച്ചിരുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അവളായിട്ട് ഇപ്പം അതിൽ നിന്നൊക്കെ പുറത്ത് കടന്നിരിക്കുക. അവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. നിന്റെ മകൻ ഇനിയും അവളുടെ പിന്നാലെ എന്തെങ്കിലും പ്രശ്നത്തിന് വന്നു കഴിഞ്ഞാൽ ഈ ബാലനെ ആയിരിക്കില്ല നീയൊക്കെ കാണുന്നത്. മകൻ ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകൾക്കൊക്കെ പോലീസ് സ്റ്റേഷൻ ഞാൻ പരാതിപ്പെടാത്തതേ എൻ്റെ മാന്യത. പക്ഷെ ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബാലൻ വെറുതെ ഇരിക്കുമെന്ന് കൃഷ്ണമംഗലത്തെ അനന്തനും അച്യുതനും ആലോചിക്കേ വേണ്ട എന്ന് പറയണം കേട്ടോ. അപ്പോൾ ബാലൻ്റെ വർത്താനമൊക്കെ കേൾക്കുമ്പം അച്യുതന് നല്ല ദേഷ്യം വരിക. നീ എന്ത് ചെയ്യുമെന്നാടാ പറഞ്ഞു വരുന്നത്? ഈ കൃഷ്ണമംഗലത്തുകാരെ ഭയപ്പെടുത്താൻ മാത്രം നീ വളർന്നു എന്ന് ചോദിക്കുക. എൻ്റെ കൈയുടെ ചൂട് നന്നായിട്ട് അറിഞ്ഞതായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നീ. അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ട് ഭരിക്കാനൊന്നും വരണ്ട എന്ന് ബാലൻ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും അച്യുതനൊന്ന് പിൻവാങ്ങുകയാണേ. കാരണം ബാലൻ കൊടുത്ത അടിയുടെ ചൂട് ഇപ്പോഴും കവിളിലൊക്കെ ഉണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.